പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വിക്രമിന്റെ ജീവൻ ഏതു നിമിഷവും അപകടത്തിലാവാമെന്ന തിരിച്ചറിവ് വേദയെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. വിക്രമിനെ പഴയ ജീവിതത്തിൽ നിന്നും സുരക്ഷിതമായ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ വേദ അതിയായി ആഗ്രഹിച്ചു. ഇതിനിടയിലാണ് ദർശനുമായിട്ടുള്ള വേദയുടെ കൂടിക്കാഴ്ച. വിക്രമിനെ തകർക്കാൻ എം.എൽ.എ. വാസവൻ തക്കം പാർത്തിരിക്കുകയാണെന്ന സത്യം ദർശൻ വേദയെ ഓർമ്മിപ്പിച്ചു. വിക്രമിനെ ഭീഷണിപ്പെടുത്തിയ ശേഷം വാസവൻ പോയ കാര്യം ദർശൻ പറയുമ്പോൾ വേദയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. വിക്രമിനും ചുറ്റും ശത്രുക്കളാണ് ദർശൻ. എം.എൽ.എ. വാസവനെ പോലെ ഒരു വലിയ ശത്രുവിനെ വിക്രം എങ്ങനെ നേരിടും? എപ്പോഴും അവൻ്റെ കൂടെ നിഴലായിട്ട് നടക്കാനൊന്നും എനിക്ക് സാധിക്കില്ലല്ലോ, വേദ ആശങ്കയോടെ ചോദിച്ചു. എന്നാൽ ദർശൻ അവളെ ആശ്വസിപ്പിച്ചു. വേദ പേടിക്കേണ്ട, വിക്രമിനൊരാപത്തും വരാതെ അയ്യപ്പൻ കാത്തോളും. ഇപ്പോൾ വിക്രം മാറിയിട്ട സ്വാമിയല്ലേ, നീ കരുതുന്നത് പോലെയൊന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്ക്. എന്നാൽ വേദക്ക് സമാധാനിക്കാൻ കഴിയുമായിരുന്നില്ല. എത്രയും വേഗം വിക്രമിന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും അച്ഛനെങ്കിലും സത്യം മനസ്സിലാക്കണമെന്നും അവൾ ഉറപ്പിച്ചു. മറുവശത്ത് ശ്രീകാന്തും എം.എൽ.എ. വാസവനും കൂടി ചേർന്ന് വിക്രമിനെതിരെ പുതിയ കെണിയൊരുക്കുകയായിരുന്നു. ശ്രീകാന്ത് അക്ഷമനായി വാസവനോട് പറഞ്ഞു, വിക്രമിനെ ഏതെങ്കിലും രീതിയിൽ ഞാൻ അപകടപ്പെടുത്തിയാൽ അച്ഛൻ എന്നോട് ക്ഷമിക്കില്ല. വിക്രമിന്റെ പേരിൽ അച്ഛൻ എന്നെ ഗൗരവമായി താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും അറിയാതെ വേണം അവന്റെ ശല്യമങ്ങ് അവസാനിപ്പിക്കാൻ. വാസവൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. വിക്രം എന്റെയും ശത്രുവാണ്. അവനെ ഇല്ലാതാക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നടു റോട്ടിലിട്ട് അവനെ അങ്ങ് തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. പോലീസും അന്വേഷണവും വരും. അതിന് പകരം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവനെ എങ്ങനെയെങ്കിലും എത്തിക്കണം. അവിടെ വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇതിൽ നിനക്ക് യാതൊരു പങ്കുമുണ്ടാവില്ല. വിക്രമിനെ എങ്ങനെ താൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കുമെന്ന ശ്രീകാന്തിന്റെ സംശയത്തിന് വാസവൻ കണ്ടെത്തിയ ഉത്തരം വിനായകൻ എന്നായിരുന്നു. സ്വന്തം അനിയനെ ഒറ്റിക്കൊടുക്കാൻ വിനായകൻ തയ്യാറാവുമോ എന്ന് വാസവൻ സംശയിച്ചുവെങ്കിലും പണം കൊടുത്താൽ വിനായകൻ എന്തും ചെയ്യുമെന്ന് ശ്രീകാന്ത് ഉറപ്പിച്ചു പറഞ്ഞു. ആ കുടുംബത്തിൽ പരസ്പരം സ്നേഹമില്ലെന്നും പണമാണ് അവർക്ക് വലുതെന്നും ശ്രീകാന്ത് വാസവനെ വിശ്വസിപ്പിച്ചു. ഇതേ സമയം വേദയും അമ്പലത്തിൽ ദർശനം നടത്തി മടങ്ങുകയായിരുന്നു. അവിടെ വെച്ച് അവർ ശങ്കരനാരായണനെയും പത്മത്തിനെയും കണ്ടുമുട്ടി. വിക്രം മാലയിട്ടതിൽ പത്മം സന്തോഷം പ്രകടിപ്പിച്ചു. അയ്യപ്പ ദർശനം കഴിഞ്ഞു വരുമ്പോൾ പഴയതെല്ലാം മറന്ന് പുതിയൊരു വിക്രമായി മാറണം, പത്മം സ്നേഹത്തോടെ അവനെ ഉപദേശിച്ചു. എന്നാൽ ശങ്കരൻ അവിടെയും മൗനം പാലിച്ചു. സംസാരത്തിനിടയിൽ വിക്രം ഗുണ്ടകളുമായി തല്ലുണ്ടാക്കിയെന്ന വാർത്ത ശ്രീകാന്ത് പറഞ്ഞ കാര്യം പത്മം സൂചിപ്പിച്ചു. ഇത് കേട്ട് വേദക്ക് ദേഷ്യം അടക്കാനായില്ല. അവൾ ശങ്കരനാരായണന്റെ മുഖത്ത് നോക്കി സത്യം തുറന്നടിച്ചു പറഞ്ഞു, അച്ഛാ, ഞാനും ഉണ്ടായിരുന്നു വിക്രമിന്റെ കൂടെ. വിക്രമിനെ ആക്രമിക്കാൻ ഗുണ്ടകളെല്ലാം വരുമായിരുന്നു. എം.എൽ.എ. വാസവന്റെ കൂടെ ചേർന്ന് ശ്രീയേട്ടൻ നടത്തുന്ന നാടകമാണിതെന്ന് എനിക്ക് സംശയമുണ്ട്. വേദയുടെ വാക്കുകൾ കേട്ട് ശങ്കരൻ ആകെ അസ്വസ്ഥനായി. വേഗത്തിൽ തന്നെ അവിടെ നിന്നും മടങ്ങി. വീട്ടിലെത്തിയ വിക്രം വേദയോട് ചോദിച്ചു, നീ എന്തിനാണ് അച്ഛനോട് ഏട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞത്? അച്ഛന് ദേഷ്യമുണ്ടായിട്ടുണ്ടാവും. അന്നേരം വേദ മറുപടി നൽകി, അത് മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ് വിക്രം. ശ്രീയേട്ടന്റെ നീക്കങ്ങളെക്കുറിച്ച് അച്ഛനൊന്ന് ശ്രദ്ധിക്കട്ടെ. വിക്രമിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ശ്രീയേട്ടനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ശ്രീകാന്ത് തന്റെ പദ്ധതി നടപ്പിലാക്കാൻ വിനായകനെ ഫോണിൽ വിളിച്ചു. ഒഴിഞ്ഞൊരു സ്ഥലത്ത് വെച്ചായിരുന്നു അവരുടെ കൂടിക്കാഴ്ച. വിനായകൻ, നീ എനിക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം. അതിനുവേണ്ടി നിനക്ക് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാമെന്ന് ശ്രീകാന്ത് വാഗ്ദാനം ചെയ്തു. കാര്യം തിരക്കിയ വിനായകനോട് വിക്രമിനെ താൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കണമെന്ന് ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. എന്നാൽ വിനായകൻ ഇത്തവണ വഴങ്ങിയില്ല. ഇല്ല സർ, വിക്രമിനെ ചതിക്കാൻ ഞാൻ ഇനി കൂട്ടുനിൽക്കില്ല. എൻ്റെ വീട്ടുകാരെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അവനെ ഇനിയും ഉപദ്രവിക്കാനൊന്നും എനിക്ക് വയ്യ, വിനായകൻ തീർത്തും പറഞ്ഞു. വിനായകന്റെ മാറ്റം കണ്ട് ശ്രീകാന്ത് ഭീഷണിയുടെ സ്വരം പുറത്തെടുത്തു. നീ പഴയ കാര്യങ്ങളൊക്കെ മറന്നോ? പണം വാങ്ങി നീ വിക്രമിനെ ചതിച്ച കാര്യങ്ങൾ ഞാൻ പുറത്തുവിട്ടാൽ പിന്നെ നിന്റെ വീട്ടുകാർ നിന്നെ വെറുതെ വിടുവോ? നീ സഹകരിച്ചില്ലെങ്കിൽ പഴയ കഥകളെല്ലാം തന്നെ ഞാൻ എല്ലാവരോടും പറയും. നിന്നെ ആ വീട്ടിൽ നിന്നും പടിയടച്ച് വിണ്ടം വെക്കും. ശ്രീകാന്തിന്റെ ഭീഷണിയിൽ വിനായകൻ ആകെ പതറിപ്പോയി. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ഭയം അവനെ ആകെ വേട്ടയാടി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ശ്രീകാന്ത് പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിനായകൻ സമ്മതിച്ചു. വിജയിച്ച ഭാവത്തിൽ ശ്രീകാന്ത് അവിടെ നിന്നും മടങ്ങി. വീട്ടിലേക്ക് മടങ്ങുന്ന വിനായകന്റെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു. വിക്രമിനെയും കുടുംബത്തെയും കണ്ടപ്പോൾ അയാളുടെ കുറ്റബോധം ഇരട്ടിച്ചു. വിക്രമിന്റെ മുഖത്ത് സന്തോഷം കെടുത്താൻ അയാൾ ആഗ്രഹിച്ചില്ല. ഇനിയും ആ പാവത്തിനെ ചതിക്കാൻ തന്റെ മനസ്സ് അനുവദിക്കില്ലെന്ന് വിനായകൻ ഉറപ്പിച്ചു. ശ്രീകാന്തിന്റെ ഭീഷണി അവഗണിച്ച് സത്യം തുറന്നു പറയാൻ അയാൾ തീരുമാനിച്ചു. വിനായകൻ അവിടെ നിന്നും നേരെ വേദയുടെ ഓഫീസിലേക്ക് ചെന്നു. വേദയോട് അയാൾ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റുപറഞ്ഞു. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ശ്രീകാന്ത് സർ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. മുൻപ് വിക്രമിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിലും ശ്രീകാന്ത് സാറിന്റെ സഹായമുണ്ടായിരുന്നു, വിനായകൻ വെളിപ്പെടുത്തി. ഇത് കേട്ട് വേദക്കും നല്ല ദേഷ്യവും അതുപോലെ തന്നെ സങ്കടവും വന്നു. സ്വന്തം ചോരയല്ലേ വിനായകേട്ടാ, ആ പാവത്തിനെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? വേദ സങ്കടപ്പെട്ട് ചോദിച്ചു. താൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച വിനായകൻ തന്നെ എങ്ങനെയെങ്കിലും ശ്രീകാന്തിന്റെ പിടിയിൽ നിന്നും രക്ഷിക്കണമെന്ന് വേദയോട് അപേക്ഷിച്ചു.
വേദ മനസ്സ് കടുപ്പിച്ചു. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനു മുൻപ് ചിലരെ എനിക്ക് കാണാനുണ്ടെന്ന് വേദ പറഞ്ഞു. വേദ നേരെ ശ്രീകാന്തിന്റെ വീട്ടിലേക്കെത്തി. അവിടെ ശങ്കരനാരായണനും പത്മവും ദീപ്തിയും എല്ലാവരും ഉണ്ടായിരുന്നു. വേദയെ കണ്ടതോട് ശ്രീകാന്ത് പുച്ഛത്തോട് ചോദിച്ചു, എന്താ, നീ എൻ്റെ പേരിൽ ഇനി അടുത്ത കുറ്റാരോപണവുമായി വന്നതാണോ? വേദ ഒട്ടും കൂസലില്ലാതെ ശങ്കരനാരായണനോട് പറഞ്ഞു, അച്ഛാ, വിക്രമിനെ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതിന് പിന്നിലും അവനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതിന് പിന്നിലും ഈ ശ്രീയേട്ടനാണ്. വിനായകൻ ചേട്ടനെ ഭീഷണിപ്പെടുത്തി വിക്രമിനെ കെണിയിൽ വീഴ്ത്താൻ ശ്രീയേട്ടൻ ശ്രമിച്ചു. ശ്രീകാന്ത് ഇത് കേട്ട ഉടനെ തന്നെ ഒന്ന് സ്തംഭിച്ച് നിന്ന് പോയിയെങ്കിലും അത് നിഷേധിച്ചു. അച്ഛാ, ഇവള് കള്ളം പറയാണ്, അതിനൊക്കെ വല്ല തെളിവുണ്ടോ? അയാൾ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞ് വേദ തൻ്റെ ഫോൺ എടുത്തു. വിനായകനുമായി ശ്രീകാന്ത് നടത്തിയ ഗൂഢാലോചനകളുടെയും ഭീഷണിയുടെയും ശബ്ദരേഖ അവൾ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുത്തു. ശങ്കരനും പത്മവും ദീപ്തിയും അത് കേട്ട് ആകെ ഞെട്ടിത്തരിച്ചു പോയി. ശ്രീകാന്തിന്റെ ക്രൂരമുഖം കണ്ട് ശങ്കരനാകെ രോഷാകുലനായി. സത്യം പുറത്തു വന്നതോടെ ദീപ്തി പ്രതികരിച്ചു. താൻ ഏട്ടനോട് പലതവണ പറഞ്ഞതാണ് വിക്രമിനെയും വേദയെയും വെറുതെ വിടാൻ. ഇപ്പൊ സമാധാനായില്ലേ? ശ്രീകാന്ത് വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ശങ്കരൻ കൈയുയർത്തി തടഞ്ഞു. മതി ശ്രീകാന്തേ, ഇനി നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇനി മുതൽ കമ്പനിയുടെ ഒരു ചുമതലയും നിനക്കുണ്ടാവില്ല. അതെല്ലാം വിക്രമിനും വേദക്കും നൽകാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ കണ്ണ് വെട്ടിച്ച് നീ കാണിച്ചു കൂട്ടിയ ക്രൂരതകൾക്കുള്ള ശിക്ഷയാണിത്. കുറച്ചുനാൾ നീ വീട്ടിൽ അടങ്ങിയിരിക്ക്. നിന്റെ സ്വഭാവം മാറിയെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നതുവരെ അതൊന്നും നിന്റെ അധികാരത്തിലായിരിക്കില്ല. അച്ഛൻ്റെ അവസാന തീർപ്പ് കേട്ട് അപമാനത്താൽ തല കുനിച്ച് ഒന്നും മിണ്ടാതെ ശ്രീകാന്ത് തിരിച്ചു നിന്നു. സത്യം ജയിച്ചതിൻ്റെ ആശ്വാസത്തിൽ വേദയും വിക്രമിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ സന്തോഷത്തിൽ മാതാപിതാക്കളും നിൽക്കുമ്പോൾ പവിത്രം എന്ന സീരിയലിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ ക്ലൈമാക്സിലേക്ക് വരികയാണ്.